നമുക്കൊപ്പം ഇന്ദ്രബാലൻ ചേരുന്നു. ഹായ്, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് ഡോക്ടർ അരുൺ. ഇന്ദ്രപാൽ, ഇന്നിപ്പോൾ തെരച്ചിൽ അവസാനിച്ചു. ഫീൽഡിൽ നിന്ന് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന റെസ്പോൺസ് പ്രകാരം മണ്ണും ചെളിയും മാത്രമാണ് നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത സ്ഥലത്ത് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ കൂടുതൽ ആഴത്തിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 9 തവണ ഡൈവ് ചെയ്തു ഈശ്വർ മാൽപേ, അതിലൊരു തവണ കൈവിട്ടു പോകുന്നത് നമ്മൾ കണ്ടു. 7 നോട്ട്സാണ് ഇപ്പോൾ ഗംഗാവലിയിലെ ഒഴുക്ക്. ഈ സാഹചര്യത്തിൽ സീറോ വിസിബിലിറ്റി ഉള്ള സ്ഥലത്ത് അങ്ങ് പറഞ്ഞതുപോലെ 5 മീറ്റർ താഴെയുള്ള ട്രക്കിലേക്ക് പോവുക ഏറെക്കുറെ മനുഷ്യർ അസാധ്യമല്ലേ? ഇതിനെപ്പറ്റി ഞാൻ പണ്ടേയും പറഞ്ഞിട്ടുണ്ട്. ഡിസിയോട് ഞാൻ സംസാരിച്ചു. ഐ തിങ്ക് ദേ ഹാവ് മേഡ് സം അറ്റംപ്റ്റ്സ്. ഞാൻ ഡിസിയോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ അകത്ത് പോയ ആളെ ഒന്ന് എനിക്ക് എൻ്റെ അടുത്ത് സംസാരിപ്പിക്കാനായിട്ട്. സോ ഐ ക്യാൻ ടേക്ക് എൻ ഇൻപുട്ട് എക്സാക്ട്ലി അവർ എന്താ ചെയ്ത്, എങ്ങനെയാ ചെയ്ത്, ഹൗ ഫാർ വാസ് ഏബിൾ ടു ഗോ, എന്താ അത് തൊടാൻ പറ്റിയത് ഒന്ന് മനസ്സിലാക്കി എടുത്താൽ ഐ ക്യാൻ ബെറ്റർ ഗിവ് സംസാരിച്ചോ ഇതിന് ശേഷം? ഡിസിയോട് സംസാരിച്ചു ഞാൻ. പക്ഷെ ദി പേഴ്സൺ വാസ് ഡൈവ്ഡ്, അവരോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഹി ഈസ് ഗോയിങ് ടു ടോക്ക് ടു മീ വെരി സൂൺ. അത് സംസാരിച്ചിട്ട് ഐ ക്യാൻ ഗിവ് എ കമന്റ് ഓൺ ദാറ്റ്. യെസ്, യുവർ ക്വസ്റ്റ്യൻ. യെസ്, ഒരു സംശയം കൂടി. അതായത് ഒരു ലോഹഭാഗത്തിൽ സ്പർശിച്ചു എന്നതിന്റെ എന്തെങ്കിലും സൂചന നൽകിയോ? അതന്നെ, അവരോട് സംസാരിച്ചിട്ടില്ല ഞാൻ. സോ സംസാരിക്കാതെ എനിക്ക് അറിയില്ല അവരെന്താ തൊട്ട്, എന്താ കണ്ടുപിടിച്ച, എന്താ വാട്ട് വാസ് ഹിസ് ഫീൽ. അപ്പൊ സംസാരിച്ചിട്ട് അതിനെ പറ്റി ഐ വിൽ ഗിവ് യു എ കമന്റ്. ബട്ട് നിങ്ങളുടെ ഒരു ഈ ക്വസ്റ്റ്യൻ അബൌട്ട് ഇത് പോസിബിൾ ആണോ ചെയ്യുന്നത്, അതിലാണ് ഞാൻ വരുന്നത്. സോ ആസ് ഐ എം സേയിങ്, ഈ 6-7 നോട്ട്സ് കറന്റില് ഒരു ഹ്യൂമൻ ബീങ് അകത്ത് പോയിട്ട് അതിനെ റിട്രീവ് ചെയ്യാൻ നോക്കുന്നത് practically is not only next to impossible, it is also not advisable in a very mature fashion. കാരണം നമുക്കൊരു ലൈഫിനെ ത്രെറ്റ് എന്നുള്ള വീണ്ടും വിടാൻ പോകണം. there are better technology and engineering options to do the same thing. ഇപ്പോൾ നമ്മുടെ ഒരു ആൾ ഇറങ്ങി, അവർ പോയി അതിനെ ട്രക്കിനെ കണ്ടുപിടിച്ചു. what next? Still you have to use the same technology option to pull the truck out. No human being can go inside the truck, പോയിട്ട് അത് വാതിലിനെ തുടച്ചിട്ട് പൊളിച്ചിട്ട് അകത്ത് കയറി. ഇതൊക്കെ മൂവിയിലൊക്കെ കാണാൻ ഭയങ്കര ഈസിയാണ്. ബട്ട് ടു റിയലി ഡു ഇറ്റ് ഇൻ ദീസ് കണ്ടീഷൻസ് ഇസ് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ, ടു ക്വൈറ്റ് റിസ്കി. അപ്പോ മൈ അഡ്വൈസ് ഈസ് യെസ്, ജസ്റ്റ് ടു ഗെറ്റ് എ ഫീൽ, അവിടെ ട്രക്ക് ഉണ്ടോ ഇല്ലയോ തൊട്ട് നോക്കി ഒരു മനസ്സിലാക്കാനായിട്ട് ചെയ്യണമെങ്കിൽ റിസ്ക് എടുത്തിട്ട് ഓക്കെ. അതും ഗോയിങ് ബിലോ 3 meters വിൽ ബി നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ to all the divers. ആരായാലും ശരി, I'm not sure whether they can actually do it. Chiyadingala, he is obviously a very, very brave man, needs to be respected. But my advice is there are other alternate options to retrieve the truck. Truck-ine porthu konduvarade, in case we are assuming that Arjunante body avade enter, we cannot get the body. അപ്പോൾ ട്രക്കിനെ പുറത്ത് കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വാട്ട് എഞ്ചിനീയറിംഗ് ഓപ്ഷൻ വി ഷുഡ് അപ്ലൈ, വാട്ട് ഷി ഷുഡ് ലുക്ക് അറ്റ്, റാദർ ദാൻ ഡൂയിങ് ബ്രാവഡോ ഓഫ് ഗോയിങ് ഇൻസൈഡ് ആൻഡ് റിസ്കിംഗ് അനദർ ലൈഫ്. is my humble submission to that's a very good and sensible suggestion, sir. അങ്ങ് പറഞ്ഞതുപോലെ നാളെ വീണ്ടും ഈശ്വർ മാൽപേ അല്ലെങ്കിൽ മറ്റൊരു മുങ്ങൽ വിദഗ്ധനും വന്ന് വീണ്ടും 1, 2, 3 അടി പോയി ഇതിൽ തൊട്ടു വന്നു എന്ന് കരുതിയാൽ പോലും അർജുനെ തിരിച്ചെടുക്കുക എന്ന നമ്മളുടെ പ്രാഥമിക ഉദ്ദേശം നടക്കാതെ പോകും. അങ്ങ് പറഞ്ഞ ആൾട്ടർനേറ്റീവുകൾ എന്തൊക്കെയാണ്? മറ്റ് ചില വഴികൾ കൂടി നമ്മൾ തേടണമെന്നാണ് അങ്ങ് സൂചിപ്പിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയായിരിക്കും നിലവിൽ നമുക്ക് സാധ്യമാവുന്നത്? പുഴയുടെ ഒഴുക്ക്, 132 മീറ്റർ കരയിൽ നിന്നുള്ള ദൂരം, സീറോ വിസിബിലിറ്റി ഈ സാഹചര്യത്തിൽ. So one of the options which നമ്മുടെ അവിടുത്തെ MLA ശ്രീ സതീഷ് കൃഷ്ണ സേ, he is already exercising that option. അവർക്ക് അതിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ അടുത്ത് സംസാരിച്ചു അവര്. സോ അവര് അതിനെ ബാർജ് കൊണ്ടുവന്നിട്ട് ബാർജിന്റെ മേലെ ഏതെങ്കിലും റിക്കവറി, ലോങ് ആം റിക്കവറി വെച്ചിട്ട് അതിനെ അവിടെ സ്റ്റേബിലൈസ് ആക്കിയിട്ട് ആ റിക്കവറിയെ കൊണ്ട് ട്രക്കിനെ പിടിച്ചിട്ട് പുറത്തെടുക്കാൻ, ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഓപ്ഷൻസ്. അതിനൊരു നല്ല ബാർജ് ഓപ്പറേറ്റർ വേണം. പക്ഷെ അതിൽ ചാലഞ്ച് പറഞ്ഞാൽ ബാർജിന് മോർ ദാൻ 2 meters ഡ്രാഫ്റ്റ് ഉണ്ട്. ഡ്രാഫ്റ്റ് പറഞ്ഞാൽ അതിന്റെ അടിഭാഗം. ആ 2 meter ഡ്രാഫ്റ്റ് സമുദ്രത്തിൽ നിന്ന് ഇതുവരെ കൊണ്ടുവരാനായിട്ട് യു നീഡ് എ ചാനൽ, ഐഡന്റിഫൈ ദ ചാനൽ. റോക്ക് ഇല്ലാതെ, മണ്ണില്ലാത്ത ചാനൽ, അല്ലെങ്കിൽ അതന്നെ ഗ്രൗണ്ട് ആയിട്ട് അതന്നെ മറിയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ബാർജിനെ ഇതുവരെ കൊണ്ടുവരിക, അതും ബാർജിന് മാത്രം കൊണ്ടുവരാൻ പോരാ. ബാർജിൽ ഫസ്റ്റ് നമുക്ക് അതിൽ ഇത് ലോഡ് ചെയ്യണം. റിക്കവറി ലോറി അല്ലെങ്കിൽ ലോങ് ആം റിക്കവറി ലോഡ് ചെയ്തിട്ട് അതിനെ കൊണ്ടുവന്നിട്ട് then you have to use the recovery lorry. It's a engineering possible, but we need
people, smart people who understand the operations of all this, and they have to get involved and try attempt. This is one option. ഇന്ദുബാലൻ സർ, ഒരു സംശയം കൂടി. അങ്ങ് പറഞ്ഞ ഈ ബാർജ് വരണമെങ്കിൽ എനിക്കൊന്ന് കാർവാർ ഗോവ ഭാഗത്തെ കടൽ ഭാഗത്ത് നിന്നാണ് വരേണ്ടത്. പക്ഷേ രണ്ട് വലിയ ബ്രിഡ്ജുകളുണ്ട്. ആ ബ്രിഡ്ജുകളിൽ രണ്ടെണ്ണം, ഒന്ന് കൊങ്കണിൻ്റെയാണ്, മറ്റൊന്ന് ദേശീയപാതയുടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കടന്നു വരിക സാധ്യമാണോ? നമ്മൾ എന്തായാലും സമുദ്രത്തിൽ നിന്ന് നദി വഴിയല്ലേ ബാർജ് കൊണ്ടുവരാൻ കഴിയൂ? അപ്പോൾ ബ്രിഡ്ജിന്റെ എനിക്ക് ഹൈറ്റ് അറിയില്ല, എന്താണ് അവിടുത്തെ ഹൈറ്റ് എന്ന്. ഐ ഹാവ് നോട്ട് സ്റ്റഡീഡ് ദാറ്റ്. ഹൈറ്റ് ഈസ് ഓക്കെ, ബട്ട് വിഡ്ത്ത് ആണ് സംശയമുള്ളത്. എനിക്ക് തോന്നുന്നത് വളരെ കുറവാണ്. ഒരു പക്ഷേ നമ്മുടെ ഫയൽ വിഷ്വൽസ് ഉണ്ടെങ്കിൽ ആ ദൃശ്യങ്ങൾ താങ്കളെ കാണിക്കാം. ഞങ്ങൾ അവിടെ കണ്ടിരുന്നു. നമ്മൾ സാധാരണയുള്ള അത്രയും വലിപ്പം തന്നെയാണ് അതിനുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നീളം കുഴപ്പമുണ്ടാവില്ല, പക്ഷേ വീതി കുറവാണ്. അപ്പോൾ സാധാരണ ബാർജിനൊക്കെ കുറച്ചുകൂടി വീതി ഉണ്ടാവില്ലേ? അത് കടന്നു വരണം. അവിടെ അങ്ങ് പറഞ്ഞതുപോലെ പാറ ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ്. Yes, so whatever you do in these conditions, everything will be challenging. There are no simple answers to this. There are only complex answers, challenging answers, and engineering really very, very difficult answers. So, you need to have strong set of people with good engineering knowledge and innovative mind to do all this. With Chiam Vettim, you have to find solution for everything. That is what human endeavor is all about. അപ്പോൾ അതിനെ കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ സേഫ് ഓപ്ഷൻ ആയിരിക്കും. ഓൺലി തിങ് യു ടു വെയിറ്റ് ഫോർ എ ഡേ ഓർ ടു ലിറ്റിൽ മോർ പേഷ്യന്റ്ലി സോ ദാറ്റ്